നമസ്കാരം. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചോറ്റാനിക്കര ക്ഷേത്രത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യണം, അവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി. വാസ്തവത്തിൽ ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. പോകാറുണ്ട്, വല്ലപ്പോഴും പോകാറുണ്ട്. പക്ഷെ അങ്ങനെ ഇപ്പോൾ മൂകാംബികയിൽ, കൊല്ലൂർ മൂകാംബികയോ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്പലമൊക്കെ പോലെ സ്ഥിരമായിട്ട് ഒരു യാത്രയില്ല ചോറ്റാനിക്കരയ്ക്ക്. അത് പോകണമെന്ന് ആഗ്രഹിക്കാറുണ്ട്, പക്ഷേ എനിക്ക് വേറെ പോകാൻ പറ്റാറില്ല. ഈ അടുത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ മാസം ഞാൻ പോയിട്ടായിരുന്നു. പോകാത്തത് വേറൊന്നുമല്ല, ഒന്നാമത്തെ കാര്യം അങ്ങോട്ടേക്കുള്ള വഴി ഇവിടുന്ന് 10-40 കിലോമീറ്ററാണ് ഉള്ളെങ്കിലും ട്രാഫിക് ബ്ലോക്ക് ഭയങ്കരമാണ്. കാരണം സിറ്റി എറണാകുളം അല്ലെങ്കിൽ നമ്മൾ കളമശ്ശേരി കൂടിയിട്ടൊക്കെ പോകാൻ. അപ്പോൾ ആ വഴിയൊക്കെ പോകുമ്പോൾ ഭയങ്കര വണ്ടി ഓടിച്ച് പോകാൻ ഭയങ്കര പ്രയാസമായതുകൊണ്ട് മടിയാണ് അവസ്ഥ പറഞ്ഞാൽ. അപ്പോൾ ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. പക്ഷെ അങ്ങനെ എനിക്കങ്ങനെ ഒരുപാട് വഴിപാടും പൂജകളും ചെയ്യണ ശീലമില്ല, അല്ലെങ്കിലും മുമ്പേ ഇല്ല. അപ്പോൾ അതിനെപ്പറ്റി 2-3 പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം അമ്പലത്തിനെ പറ്റി എന്നുള്ളത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയാത്രേ ഉള്ളൂ. ഞാൻ സാധാരണ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അവിടെ മേൽക്കാവിലാണ് സാധാരണ തൊഴുക. അവിടുത്തെ ഐതിഹ്യങ്ങളോ അവിടുത്തെ ക്രമങ്ങളോ ഒന്നും എനിക്ക് അതിനെപ്പറ്റിയൊന്നും വലിയ ധാരണ ഒന്നുമില്ല. അവിടെ ചെന്നാൽ അവിടെ ക്യൂ നിൽക്കും, കയറും, അവിടെ തൊഴുത് അവിടെ പുറത്തേക്ക് ഇറങ്ങും. കുറച്ച് സമയം അവിടെ പുറത്തിരിക്കും. അപ്പോൾ അവിടുത്തെ ദേവിക്കൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മറുപടി അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ പോയി കഴിഞ്ഞാൽ ഇരിക്കുക നമ്മളെ അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്താണ്. അതായത് ആ ഒരു ഉത്ഭവസ്ഥാനം, ദേവിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഇപ്പുറ സൈഡിലൊരു ഒരു തറയെല്ലാം ഉണ്ട്. അതിൻ്റെ മുമ്പിലല്ല, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അങ്ങോട്ട് നീങ്ങിയിട്ട് ആ മൂലയിൽ പോയിട്ടാണ് ഇരിക്കുക. അവിടെയാണ് സാധാരണ ഞാൻ ഇരിക്കുക. പണ്ടും എപ്പോഴും പോയാലും അവിടെ തന്നെ ഇരിക്കുക. മുമ്പ് അവിടെ മണ്ണായിരുന്നു, ഇപ്പോൾ അവിടെ ഷീറ്റൊക്കെ ഇട്ട് കുറേ ടൈലെല്ലാം വിരിച്ച് അത് അങ്ങനെ ഇട്ടേക്കണം. പക്ഷെ മുമ്പായിരുന്നു ഇരിക്കാൻ സുഖം, ആ മണ്ണിലിരിക്കാൻ നല്ല സുഖമായിരുന്നു. ഇപ്പോൾ അത് അത്ര സുഖം തോന്നാറില്ല. ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള സ്ഥലത്തിരിക്കുന്ന ഫീലിംഗാണ് ഇപ്പോൾ എനിക്ക് കിട്ടുക. മുമ്പ് നാച്ചുറലായിട്ട് നമുക്ക് അവിടെ അങ്ങനെ മണ്ണിലിരിക്കാനായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് സമയം ഇരിക്കും. അവിടെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ കുറേ കാര്യങ്ങളിങ്ങനെ നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി വരും. അതൊരു സുഖമാണ്. അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് നമ്മൾ പടിയിറങ്ങിയിട്ട് നേരെ അങ്ങോട്ടേക്ക് കീഴ്ക്കാവിലേക്ക് പോകും. അപ്പോൾ അവിടെ കീഴ്ക്കാവിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട്, അവിടെ കയറി തൊഴും. പിന്നെ ചിലപ്പോൾ ഞാൻ വെടി വഴിപാട് ചെയ്യാറുണ്ട്. അവിടെ ചെറിയ കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൻ്റെ അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വെടി വഴിപാട് നമുക്ക് ചീട്ടാക്കാം. അപ്പോൾ 5 എണ്ണം 7 എണ്ണം അങ്ങനെ ഒറ്റ അക്ഷരത്തിലാണ് എഴുതി വെച്ചേക്കുന്നത്. അത് നമുക്ക് പൈസ ഉള്ള പോലെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ചെയ്യാം. ഇവിടെ അധികം പൈസയില്ല, ചെറിയ പൈസയേ ഉള്ളൂ. അവിടെ അത് ചെയ്യിച്ചിട്ട് നേരെ കീഴ്പോട്ടേക്ക് പോകും. മിക്കവാറും വൈകുന്നേര സമയങ്ങളിലാണ് ഞാൻ പോവാറ്. അപ്പോൾ ചിലപ്പോൾ ഗുരുതി കാണാൻ വേണ്ടി ചിലപ്പോൾ നിൽക്കാറുണ്ട്. ചിലപ്പോൾ ഗുരുതി കഴിഞ്ഞ പോയപ്പോൾ ഗുരുതിക്കുള്ള ആ ഒരു ഗുരുതി കൂട്ടെന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ഒരു പൊതി കിട്ടും നമുക്ക്. അത് വാങ്ങിയിട്ട് അവിടെ നടക്കാൻ സമർപ്പിക്കും. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അത് അങ്ങനെ ചെയ്യുണ്ടായി. അപ്പോൾ നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ആ ഗുരുതിക്കൂട്ട് അത് അവിടുത്തെ ആ ഗുരുതി ഉണ്ടാക്കണതിൽ നമ്മൾ കൊടുക്കുന്നത് ചേർക്കും അവിടെ. അപ്പോൾ അവിടുത്തെ അന്നത്തെ ഗുരുതിയിൽ നമ്മളും കൂടി പങ്കാളിയായി എന്നുള്ളതാണ്. അപ്പോൾ ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ, ചെറിയ പൈസയേ ഉള്ളൂ, 100 രൂപ താഴെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അത്ര എനിക്ക് ഓർമ്മയില്ല, ചെറിയ പൈസയേ ഉള്ളൂ. അപ്പോൾ അത് കൊടുക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ വഴിപാട് അവിടുത്തെ ഗുരുതി എന്ന് പറയുന്നത്. വലിയ ഗുരുതിയും ഒക്കെ ചെയ്യണമെങ്കിൽ വലിയ പൈസയും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ എല്ലാവർക്കും അത്രയും പൈസ കൊടുക്കാനുള്ള സാമ്പത്തികം ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മൾ ആ ചെറുത് കൊടുത്താലും അത് ഈക്വലാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ദേവിക്ക് അതിൽ കണ്ടനുഗ്രഹിക്കും, ദേവി നമ്മളെ അനുഗ്രഹിക്കും, സന്തോഷിക്കും. അവിടെ ചെന്നാൽ പ്രദക്ഷിണം ചെയ്ത് അവിടെ ഇരിക്കണം കുറച്ച് നേരം. ആ ദേവിയുടെ മുന്നിലായിട്ട് ഇരിക്കാനുള്ള കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് സമയം ധ്യാനിക്കാം, കണ്ണടച്ചിരുന്ന് അങ്ങനെ ധ്യാനിക്കാം. അതൊരു സുഖമാണ്. അതൊരു കീഴ്ക്കാവിൽ പോയിരിക്കുന്ന ഒരു ഫീല് വേറൊരു സ്ഥലത്തും കിട്ടില്ല കേട്ടോ. അത് പറയാതിരിക്കാൻ നിർത്തിയില്ല, കാരണം അതൊരു ഭയങ്കര വൈബ്രേഷനാണ്. മുമ്പ് പ്രാവശ്യം ഞാൻ പണ്ട് ഇതുപോലെ പോയിട്ട് ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിറയൽ വന്നു, ശരീരത്തിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ വൈബ്രേഷൻ വന്നിട്ട് ഞാനിങ്ങനെ കറങ്ങി നിന്നു കുറച്ച് നേരം സമയം. അതേപോലെ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല അനുഭവം.
അത് കീഴ്ക്കാവിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ഒരു എനർജിയാണ് അവിടെ. അപ്പോൾ ഗുരുതി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗുരുതി കാണാൻ വേണ്ടി നിൽക്കുക. ഗുരുതി ഇപ്പോൾ ലേറ്റാണ്, രാത്രിയാവും ഗുരുതി കഴിയുമ്പോൾ. എനിക്ക് തോന്നുന്നു 9 മണി 10 മണിയൊക്കെ ആവുന്നു. 10 മണിയും കഴിയും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗുരുതി കാണാൻ പ്രാവശ്യം ഞാൻ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റായി, അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായി. അന്ന് കുറേ വൈകിയാണ് തുടങ്ങിയത്, വൈകിയാണ് അവസാനിച്ചത്. അപ്പോൾ അത് ഗുരുതി കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. പണ്ടൊക്കെ ആൾ പറയും ഗുരുതി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ താമസിക്കണമെന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോരാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഐതിഹ്യം എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ സമയമില്ലാത്ത ആൾക്കാർക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. തിരിച്ച് വീട്ടിൽ പോകേണ്ട ആൾക്കാരാണെങ്കിൽ പോരാണ്ട് നിവൃത്തിയില്ല. ഞാൻ ഇന്നേ അവിടെ തങ്ങിയിട്ടില്ല. അവിടെ തങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. തങ്ങിയിട്ട് പിറ്റേ ദിവസം കാലിന് തൊടുത്തിട്ടാണ് വീട്ടിൽ പോണത്. അപ്പോൾ എന്തായാലും ശരി, അവിടെ ചെന്ന് ഈ ദർശനം 2 ഇടത്തും ദർശനം നടത്തി നമ്മൾ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വേറൊരു എനർജി തന്നെയാണ്, അതൊരു സംശയം വേണ്ട. അത് ചോറ്റാനിക്കര ഒരു പ്രത്യേകത തന്നെയാണ്, ഒരു സംശയം വേണ്ട. നമ്മൾ കൊടുങ്ങല്ലൂർ പോകുമ്പോൾ കിട്ടുന്ന ഫീല് വേറെ, കൊല്ലൂർ മൂകാംബിക പോകുന്ന ആ ഫീല് വേറെ, ഇവിടുത്തെ ഫീല് ഇത് വേറൊരു ഫീൽ തന്നെയാണ് ചോറ്റാനിക്കര അമ്പലം. പിന്നെ ചോറ്റാനിക്കര ദേവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഭക്തന്മാർ അല്ലെങ്കിൽ അടിയുറച്ച് ആ ദേവി വിശ്വസിച്ചിട്ട് അവിടെ ഇരുന്ന് ഭജിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഫുൾ സറണ്ടർ ആവുന്ന ആൾക്കാർക്ക് അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രത്യേക സിദ്ധികൾ കൊടുക്കുന്ന ആളാണ് ചോറ്റാനിക്കര. കേട്ടിട്ടുണ്ടോ നിങ്ങൾ പല ആൾക്കാരെ അവിടെ വന്നിരുന്നിട്ട് എൻലൈറ്റ്മെൻ്റ് ആയതും അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവുകൾ കിട്ടിയേക്കുന്ന ആൾക്കാരൊക്കെ ഒത്തിരി പേര് ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ സംസാരിച്ചിട്ടുണ്ട് ചില ആൾക്കാരുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയും അവിടെ ഉണ്ട്. അത് അവിടെ മാത്രമേ ഉള്ളൂ, ചോറ്റാനിക്കരയിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു അമ്പലത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയാൽ അങ്ങനെ അത് അവിടെ നിന്ന് കിട്ടാനായിട്ട്, അമ്പലങ്ങളിൽ നിന്ന് കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമാണ്. പക്ഷേ ഇവിടെ സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരേപോലെ അത് വേണമെങ്കിൽ കിട്ടിയേക്കാം എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള താല്പര്യമുള്ളവർക്ക് ഭജിക്കാൻ പറ്റിയ ആളാണ് നമ്മുടെ ചോറ്റാനിക്കര അമ്മ. അതുപോലെ കൊല്ലൂർ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാർക്ക് എളുപ്പത്തിൽ പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ആ സംശയം നിങ്ങൾ ചോദിച്ചുകൊണ്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം കേട്ടോ. അല്ലാണ്ട് അവിടെ ഇഷ്ടംപോലെ വഴിപാടുകൾ പൂജകളൊക്കെ ഉണ്ട്. അതേപ്പറ്റിയൊന്നും എനിക്ക് വലിയ അറിവൊന്നുമില്ല. നിങ്ങളത് അങ്ങനെ താല്പര്യമുള്ളവർ അത് എന്താണെന്നുള്ളത് അന്വേഷിച്ച് പിടിച്ചിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് ചോറ്റാനിക്കര ക്ഷേത്രത്തെപ്പറ്റി പറയാനുള്ളത്. ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് പറയാനായിട്ടില്ല അവിടുത്തെ ആ അമ്പലത്തെ പറ്റി. പക്ഷേ പണ്ടൊരിക്കലും ഞാൻ പറഞ്ഞപ്പെടുന്ന ഓർമ്മ ഒന്നാണ്, ഒരു 10 വർഷത്തിനൊക്കെ മുന്നേ ഇതുപോലെ ഒരു പ്രാവശ്യം അവിടെ അത് രാവിലെ പോയിട്ട് അവിടെ ഞാൻ കുറേ സമയം അവിടെ ചിലവഴിച്ചായിരുന്നു. അത് ഉച്ച കഴിഞ്ഞിട്ടാണ്, ഉച്ചയ്ക്ക് ഒരു ആ ഭക്ഷണത്തിൻ്റെ സമയം കഴിഞ്ഞിട്ട് അങ്ങനെ പോകുന്നത്. പക്ഷെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ കുറേ സമയം ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്തു. അപ്പം അങ്ങനെ ഒരു ദേവിയുടെ ഒരു ചെറിയ ബ്ലെസ്സിങ് അവിടെ നിന്ന് കുറേ കാലം മുന്നാണ് കിട്ടിയിട്ടുണ്ട് എനിക്ക് അവിടെ. അങ്ങനെ എടുത്തു പറയാൻ മാത്രമുള്ളൊരു സംഗതിയൊന്നുമല്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ പിന്നെ കൂടുതൽ ശ്രമിച്ചില്ല. കൂടുതൽ ഞാൻ അങ്ങോട്ട് പോകാനും ശ്രമിച്ചിട്ടില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു അങ്ങോട്ടുള്ള യാത്രകൾക്കുള്ള ബുദ്ധിമുട്ട്, അതുകൊണ്ടായിരിക്കാം എനിക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഭക്തന്മാരായ ആൾക്കാർക്ക്, താല്പര്യമുള്ളവർക്ക് അതൊന്നൊരു വിഷയമല്ല, പോവാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ചോറ്റാനിക്കര പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.